എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചത്, നിങ്ങൾ ഈ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റ്സോ അതൊക്കെ വേണ്ടേ? ഈ 2-3 ദിവസമൊക്കെ വണ്ടിയിലൊക്കെ എങ്ങനെ താമസിക്കുന്നയാ? നിങ്ങൾ എവിടെയെങ്കിലും പുറത്താണോ പബ്ലിക് ടോയ്ലറ്റ്സ് ആണോ യൂസ് ചെയ്യുന്നത്? അതിന്റെ ആൻസർ ഞാൻ പറയുവാണെങ്കിൽ, ഞങ്ങൾ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാതൊന്നും ഇരിക്കാറില്ല, യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് അത് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്ലംബിങ്ങിന്റെ വാട്ടർ നമുക്ക് സേവ് ചെയ്യാം. അതുപോലെ തന്നെ ബീച്ചിൽ നിന്നൊക്കെ വന്ന് പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ് ദാറ്റ് ദേ യൂസ് ദ പബ്ലിക് ടോയ്ലറ്റ് ഇഫ് ആക്സസിബിൾ ആണെങ്കിൽ. ഇനിയിപ്പോ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിൽ ഫുൾ ഷവർ സിസ്റ്റവും ഒരു എമർജൻസി പോട്ടാ പോട്ടി സിസ്റ്റവും നമ്മൾ ഈ വാനിൽ ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ. ഇതിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷവർ ഉണ്ട്. സോ ഹിയർ ഇറ്റ് ഇസ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ യു വാണ്ട് ടേക്ക് എ ബാത്ത് ഓർ എനിത്തിങ് ഇതിൽ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ഇറ്റ്സ് വെരി ഈസി. ഇറ്റ്സ് നോട്ട് ഹെവി, ഇറ്റ്സ് വെരി ലൈറ്റ്. സോ അതാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലുള്ള എമർജൻസി പോട്ടാ പോട്ടി ഈ പിള്ളേരായിട്ട് നമ്മൾ എവിടെ പോയാലും എത്ര വട്ടം നമ്മൾ അവരുടെ ടോയ്ലറ്റിൽ പോയിട്ട് വരൂ എന്ന് പറഞ്ഞാലും ഓ വി ഡേഡ് എന്നൊക്കെ പറയും. ദ മൊമെന്റ് ദേ ആർ ഇൻ ദ വാൻ അവർക്ക് അപ്പം പോകണം ടോയ്ലറ്റിൽ. എനിക്കാണെങ്കിൽ ഇത്രയും ഇറിറ്റേഷൻ ഇല്ല. ആൻഡ് എസ്പെഷ്യലി നമ്മൾ ഹൈവേയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും അല്ല കേട്ടോ. ഇവിടുത്തെ ഹൈവേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ഈ പിള്ളേർക്ക് അപ്പം ടോയ്ലറ്റിൽ പോകണം. ബട്ട് ഈ വാനും ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ കണ്ടുകൊടുത്ത് പോലെ എനിക്ക് ബാത്റൂം ഇതിൽ വേണം. ആൻഡ് അത് കാരണം ഞങ്ങൾ ഇവിടെ മേടിച്ചിരിക്കുന്ന നമ്മൾ ആമസോൺ എന്നല്ല ഇത് മേടിച്ചത്, ഹോം ഡീപ്പോ എന്നാണ് മേടിച്ചത്. ഇറ്റ്സ് കോൾഡ് വിസ്ത പാസ്പോർട്ട് ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു യൂസ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നത്. It's whenever you use a toilet, you use this. ഞാൻ പറയാം കുറച്ച് ടെക്നിക്കൽ ആസ്പെക്ട്. ഇതിന് 2 കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. സോ ആ മേളില് കാണുന്ന ഒരു പോർഷനും താഴെ കാണുന്ന ഒരു പോർഷനും. അപ്പം മേളിൽ കാണുന്ന ഒരു പോർഷൻ അവിടെ നമ്മൾ വാട്ടർ പ്രീഫിൽ ചെയ്യും. ഈ ഒരു നോബിനകത്തൂടി വാട്ടർ പ്രീഫിൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് എന്നിട്ട് നമ്മളൊരു ഡിയോഡ്രന്റ് ആൻഡ് ആന്റിസെപ്റ്റിക് ലോഷൻ ഒഴിക്കുകയും ചെയ്യും. സോ ഇറ്റ് സ്റ്റേസ് ദെയർ. അതൊരു 20 ലിറ്റേഴ്സ് എടുത്ത കപ്പാസിറ്റി ഉണ്ട്. ഇനി താഴെ കാണുന്ന പോർഷൻ ആണ് നമ്മുടെ വേസ്റ്റ് ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ട് ഫില്ലപ്പ് ആവുന്ന പോർഷൻ. സോ അപ്പം ഇത് രണ്ടും തമ്മിൽ ഒരു ചെക്ക് വാൽവ് ഉണ്ട്. സോ അത് ക്ലോസ് ചെയ്തിരിക്കും. സോ അപ്പോൾ ഓർഡേഴ്സും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാനിനകത്തേക്ക് വരത്തില്ല. സോ അതിന്റെ ആ സൈഡിലായിട്ട് ഇതിന്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. സോ അപ്പം മുകളിലത്തെ പോർഷന്റെ ഫിൽ വാട്ടർ ആണെന്നുണ്ടെങ്കിലും താഴത്തെ പോർഷന്റെ ഡ്രെയിൻ ആണെന്നുണ്ടെങ്കിലും അത് നിറയുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അതൊരു ബ്രീഫ് കേസ് പോലെ തന്നെ എടുക്കാം. എന്നിട്ട് അത് കൊണ്ടുപോയി എവിടെയെന്ന് വെച്ചാൽ ഒരു നോർമൽ ടോയ്ലറ്റിനകത്ത് ഡംപ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് ടൈം ഞങ്ങളത് ഡംപ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇത് കാണിക്കാം. സോ ദെൻ വിൽ ഫൈൻഡ് ഇറ്റ്. പക്ഷെ അത് വളരെ ഈസിയാണ് അത് യൂസ് ചെയ്യാൻ ആപ്ലിക്കേഷൻ വൈസ്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഓപ്റ്റ് ചെയ്തത്. ലൈക്ക് RV ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ ക്യാമ്പർ വാൻ ടോയ്ലറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ട്. എനിത്തിങ് ഫ്രം ഒരു ബക്കറ്റിനകത്ത് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് ചെയ്യുന്നത് മുതൽ ലൈക്ക് $multi-thousand പോലെയുള്ള നേച്ചർ ഹെഡ് കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. സോ വി ജസ്റ്റ് വാണ്ടഡ് ടു ട്രൈ ദിസ് വൺ. സോ ഇത് ട്രൈ ചെയ്തതിന് ശേഷം we've been so far happy. ലോങ് ട്രിപ്സ് പോകുമ്പോൾ കുറച്ചും കൂടി ഒരു ഫീഡ്ബാക്ക് കിട്ടും. പക്ഷേ ഈ സിസ്റ്റം വർക്ക്സ്. So I don't think we have any problems with it. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ മോഡൽസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് ഈ വണ്ടിയിൽ എല്ലാം ചെറിയ ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ തന്നെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്പേസും നമ്മളത് കളഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മേഡ് കമ്പാർട്ട്മെന്റ്സ് ലൈക്ക് ദിസ്. ഇത് ഞങ്ങളുടെ സ്റ്റോറേജ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി നമ്മുടെ ക്ലോത്തിങ്സ്, നമ്മുടെ ഇനി നമുക്ക് ബെഡിങ്സ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ 5 പേരെന്ന് പറയുമ്പോൾ 5 പേർക്ക് എത്ര ക്ലോത്തിങ് വേണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പക്ഷെ ഞങ്ങൾ മാക്സിമം കുറച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇറ്റ്സ് ഈസി ആക്സസിബിൾ ആണ്. ഇവിടെ നിന്നെല്ലാം ഓപ്പൺ ചെയ്യാം. 2 സൈഡിൽ നിന്ന് അത് സ്ലൈഡ് ഡോർ വെച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് ഓപ്പൺ ചെയ്യാം. ഇതും ഞങ്ങൾ തന്നെത്താൻ ചെയ്തതാണ്. ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന വൈൽ ട്രാവലിംഗ് ഇതിൽ ക്ലോത്തിങ്സും എല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. പിള്ളേരുടെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ എവിടെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി അടുത്തൊരു ഷോപ്പ് ഉണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. സോ അതുപോലെ തന്നെ ടോയ്ലറ്ററീസ് ഉണ്ട്, പിള്ളേർക്കുള്ള മെഡിക്കേഷൻസ് ഉണ്ട്, വലിയവർക്കുള്ള മെഡിക്കേഷൻസ് ഉണ്ട്. Again, the clothing goes here for all of us. ഈ സൈഡിലുള്ള ഈ സൈഡിൽ ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങൾ 2-3 വട്ടം ട്രാവൽ ചെയ്തപ്പോൾ the one thing that we noticed, എത്ര ചൂടാന്ന് പറഞ്ഞാലും രാത്രിയാവുമ്പം ഇറ്റ്സ് വെരി കോൾഡ്. സോ വി ഹാവ് ഇൻക്ലൂഡഡ് സ്ലീപ്പിംഗ് ബാഗ്സ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും സ്റ്റോറേജ് ഉള്ളൂ.
അല്ല, ഇനിയും സ്റ്റോറേജ് ഞങ്ങൾക്കുണ്ട്. സോ ഞങ്ങൾക്ക് ഇവിടെയും സ്റ്റോറേജ് ഉണ്ട്, ഇവിടെയും സ്റ്റോറേജ് ഉണ്ട്, ഇതിനടിയിലും സ്റ്റോറേജ് ഉണ്ട്. ഈ സൈഡിൽ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് വർക്ക്സിന്റെ എല്ലാം ചെയ്തിരിക്കുന്ന ഈ സൈഡിലാണ്. പക്ഷെ അതിന്റെ സൈഡിലുള്ളതിലും നമുക്ക് സ്റ്റോറേജ് ഉണ്ട്. സോ പിള്ളേരുടെ ബീച്ച് ഐറ്റംസ് എല്ലാം അതിലാണ്. ഈ സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഫുൾ പ്ലംബിംഗ് ആണ്. ആൻഡ് ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഇപ്പൊ നമ്മളിത് ഫുൾ സെറ്റ് ചെയ്ത് വെച്ചാൽ എനിക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇത് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം. ഇതും നമ്മുടെ സ്റ്റോറേജ് ആണ്. സോ ഈ സ്റ്റോറേജിൽ നമ്മൾ ബീച്ചിന്റെ ചെയർസ്, ഫിഷിംഗ് റോഡ്സ് എല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട്. സോ യാ, പിന്നെ ബാക്കിലോട്ട് പോവാം നമുക്ക്. ഇനി മാക്സിമം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ കാര്യവും ഞങ്ങൾ ഇതിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. സോ യെസ്, ഞങ്ങൾ ആ വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പോ ബൈക്സ് കോംപ്രമൈസ് ചെയ്യണം. ബട്ട് വി ഡിഡ്ന്റ് കോംപ്രമൈസ്. വി ഗോട്ട് ദിസ് hitch called hitch and we got a Yakima back swing for installing our bikes. So ഇപ്പൊ നമ്മൾ റോഡ് ട്രിപ്സിലാണെങ്കിലും നമ്മൾ നമ്മുടെ ബൈക്സ് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് വി ആർ യൂസിങ് റാഡ് പവർ ബൈക്സ്. ട്രസ്റ്റ് മീ, ഐ ഡിഡ്ന്റ് വാണ്ടഡ് ടു കോംപ്രമൈസ് ഓൺ ദീസ് ബൈക്സ്. സോ കാരണം അത് കണ്ടുപിടിച്ചു, യാക്കിം നമ്മളെ സേവ് ചെയ്തു. യാക്കിമ ഇസ് എ ബ്രാൻഡ് ആൻഡ് ഇറ്റ്സ് വെരി ഈസി ടു ഇൻസ്റ്റാൾ. ഒട്ടും പാടുണ്ടായിരുന്നില്ല. സോ അതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ പ്ലീസ് ഗോ ചെക്ക് ദാറ്റ് ഔട്ട്. സോ അഗൈൻ ഇവിടെയും കണ്ണൻ ഹുക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ മാക്സിമം സ്റ്റോറേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വേർ യു ക്യാൻ പുട്ട് ഓൾ യുവർ ഹെൽമെറ്റ്. സോ അവിടെ ഇവിടെ ആയിട്ട് അതൊന്നും കിടക്കുന്നില്ല. ഇതിന്റെ വണ്ടിയുടെ അടുത്തൊരു ഹൈലൈറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് എ ഔട്ട്ഡോർ ഷവർ. ഔട്ട്ഡോർ ഷവർ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു. അപ്പൊ ഈ പിള്ളേര് എന്ന് പറഞ്ഞാൽ കളിക്കുമ്പോൾ ഉള്ള ചെളിയും ഇതൊന്നും വണ്ടിയുടെ അകത്ത് കൊണ്ടുവരാതിരിക്കാനുള്ള മെയിൻ ഹെൽപ്പാണ് നമുക്ക് ഈ ഔട്ട്ഡോർ ഷവർ. ഇപ്പൊ ഞാനിത് യൂസ് ചെയ്യുന്നില്ല. ബട്ട് പിള്ളേർ അത് ചെളിയൊക്കെ ആയി വരുമ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇത് ഇടുന്നതായിരിക്കും. ഇത് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നതെല്ലാം. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഇത് ഇവിടെ വെച്ചിരിക്കുന്ന വാട്ടർ റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കപ്പാസിറ്റി 45 ലിറ്റർ ആണ്. കറക്റ്റ്. ഒരു ഹോസ് ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ലിറ്ററലി ഫിൽ. അതിപ്പോ നമ്മൾ വേറെ എവിടെയെങ്കിലും വെള്ളം തീർന്നെങ്കിലും ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട് where you can refill it. സോ അതൊരു ബുദ്ധിമുട്ടും അല്ല. വി ഓൾവേസ് ഹാവ് വാട്ടർ. സോ യാ, ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ഇതാണ് ഞങ്ങൾ ഫുൾ ചെയ്തിരിക്കുന്ന വാൻ. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇനിയും കുറെ വീഡിയോസ് വരും ഞങ്ങളുടെ ട്രിപ്പിന്റെ ഒക്കെ. അപ്പൊ നിങ്ങൾ ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് us and I hope you like what you see. ആൻഡ് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് വാൻ ഉണ്ടാക്കാൻ, ഡു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. ഞങ്ങൾ ഫസ്റ്റ് ടൈമേഴ്സ് ആണ്. ഞങ്ങൾ ഒരിക്കലും ഒരു വാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പൊ അത് ഉണ്ടാക്കി. സോ യൂട്യൂബ് കണ്ടിട്ടാണ് ചെയ്തത്. സോ ഡു ജോയിൻ us. താങ്ക് യു.